ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റമദാൻ്റെ കുറച്ച് വിശേഷങ്ങളെല്ലാം ഷെയർ ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. കുറച്ച് റെസിപ്പീസും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഏതായാലും വീഡിയോ മൊത്തത്തിൽ അങ്ങനെ കണ്ടോക്കുക. ഇപ്പം ഞാനിവിടെ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുള്ളത് നമുക്ക് റൂ അഫ്സൊക്കെ ഉള്ളതാണ്. വത്തക്കെല്ലാം നേരത്തെ ഇതുപോലെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ടൈമിൽ പാലും റൂ അഫ്സയും പഞ്ചസാരയും മിക്സ് ആക്കിയാൽ മതിയല്ലോ. അങ്ങനെ ഇതുപോലെ വത്തക്കൻ്റെ തോടെല്ലാം കോഴിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കലമ്പിയിട്ടെല്ലാം തോന്നുന്നത് കാണുമ്പോൾ നല്ല രസമല്ലേ. അപ്പോൾ അതങ്ങനെ എപ്പോഴും വത്തക്കൻ്റെ തോടിലെല്ലാം അടിഭാഗത്തെല്ലാം കുറച്ചിങ്ങനെ ബാക്കി വെച്ചിട്ട് കോഴിക്ക് കൊടുക്കലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലില്ലേ പിസ്സേൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാം. കുറേ സമയം കുഴച്ചേക്കേണ്ട അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ബ്രെഡ് മതി. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഫുള്ളായിട്ടും കാണിക്കുന്നുണ്ട്. ദുവാ ബേബിനെയും ജമ്മുവിനെയും എല്ലാം കുളിപ്പിച്ചിട്ട് ഓരോന്ന് സെറ്റാക്കിനി. അതേപോലെ തന്നെ ആദമിന് പാലും കൊടുത്തിട്ട് ഓന് ചില സമയത്ത് മരമടിയിലിരുത്തും, അതല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഇതാക്കിയിട്ട് ഓനൊന്ന് കെടുത്തും. നമ്മളടുത്ത് തന്നെ ടേബിളിലാണ് കെടുത്തൽ. ഇനി നമുക്ക് ബിർണിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു സേമിയാണ് എടുത്തിട്ടുണ്ടായത്. ഇത് റോസ്റ്റഡ് സേമിയ ആയതുകൊണ്ട് തന്നെ അധികം റോസ്റ്റ് ആക്കേണ്ടി വന്നിട്ടാണ്. കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് സമയം ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുക. അതല്ലെങ്കിൽ കുറച്ച് ടൈം എടുത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ടായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു പാക്കറ്റ് പാലാണ് വേണ്ടത്. പിന്നെ ഞാനിവിടെ ഈ ചവ്വരിയില്ലേ അത് കുറച്ച് സമയം വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തിട്ട് ഇതുപോലെ ഒന്ന് വേവിച്ചിട്ട് ഇട്ട് കൊടുത്തിന്. പാല് തിളക്കേണ്ട ആവശ്യമില്ല, നല്ലോണം ഒന്ന് ചൂടായ ടൈമിൽ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ടായിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് മിക്സ് ആക്കി കൊടുക്കാം. ഇതിപ്പോൾ പാല് തിളച്ചിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ കുറുകി വരുന്ന ടൈമില്ലേ, ആ ഒരു ടൈം ആകുമ്പോൾ നമുക്കിതിലേക്ക് എന്താക്കാം, ഒരു 1/4 കപ്പോളം മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുക. നിർബന്ധമില്ല, വേണമെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. മിൽക്ക് മെയ്ഡിൽ വെച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇവിടെ മക്കൾക്കില്ലേ ഇങ്ങനെ കുറുകിയിട്ട് പ്ലേറ്റിൽ ഒഴിക്കുന്ന ആ ഒരു ടൈപ്പിലുള്ളതല്ല ഇഷ്ടം. ഇപ്പോൾ പായസത്തിനേക്കാളും കുറച്ച് കട്ടിയില്ലേ കോരി കുടിക്കുന്നത്, ആ ഒരു ടൈപ്പിലുള്ള ബിർണിയാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്തെടുക്കുന്നുള്ളത്. ഇനിയിപ്പോൾ ലാസ്റ്റായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് നട്ട്സ് ഇട്ടിട്ട് ഇതുപോലെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പം ഞാനിവിടെ ബദാമും അണ്ടിപ്പരിപ്പും പിസ്തയും 3 എടുത്തിന്. നിങ്ങളുടെ കയ്യിൽ അണ്ടിപ്പരിപ്പ് മാത്രം ഉണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതി. ഇങ്ങനെ ആകുമ്പോൾ നല്ല രസം ഉണ്ടാവും. ചെറിയ പീസാക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല രസം ഉണ്ടാവും. അങ്ങനെ നമ്മൾ സേമിയ റെഡിയായിന്. ഇനി നമുക്കൊരു മസാല റെഡിയാക്കാനുണ്ട്. പിസ്സക്ക് ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു പാൻ വെച്ചിന് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിന്. എന്നിട്ടായിട്ട് ഒരു 10-12 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് ചെറുതായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കന് കുഞ്ഞായിട്ട് അരിഞ്ഞതാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ചിക്കന് കുറച്ചിങ്ങനെ വെള്ളമെല്ലാം ഇറങ്ങിയിട്ട് വരും. അപ്പോൾ അത് പ്രശ്നമില്ല, അത് കുറച്ച് കഴിയുമ്പോൾ അത് വറ്റിക്കോളും. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് മസാലപ്പൊടികളെല്ലാം ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പം ഞാനിവിടെ 1 ടീസ്പൂണ് മുളക് പൊടി എടുത്തിന്. ഇനി ഇതെന്താക്കുക, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിൽ നിന്ന് അവർ ഇറങ്ങിയ വെള്ളമില്ലേ അത് ഒന്ന് വറ്റുന്നത് വരെ ഒന്ന് കുറച്ച് സമയം, ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഒരു വെള്ളം വറ്റിക്കോളും. അത്രയും ടൈം എടുത്തിട്ട് നമുക്ക് എന്താക്കാം, ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ വെള്ളമെല്ലാം വറ്റി എണ്ണയെല്ലാം ഒന്ന് തെളിഞ്ഞ് വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ടായിട്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പം ഞാനിവിടെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ വലിയൊരു ക്യാപ്സിക്കം ആയതുകൊണ്ട് അതിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കി എടുത്തിന്. അതേപോലെ തന്നെ ചെറിയൊരു ഉള്ളിയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് എടുത്തിന്. വലിയ ഉള്ളിയെങ്കിൽ 1/4 ഭാഗം ഇട്ടാൽ മതി. ഒരു മീഡിയം സൈസിലാണെങ്കിൽ 1/2 ഉള്ളി എടുക്കുക, ചെറുതാണെങ്കിൽ 1 എടുക്കുക. അപ്പോൾ ഇത്ര ഇട്ട് കൊടുത്തിട്ട് നല്ലോണം തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ചെറുതായിട്ട് ഒന്ന് വാടി കിട്ടിയാൽ മതി, അല്ലാതെ അധികം ഇങ്ങനെ ഉള്ളിയും ക്യാപ്സിക്കം ഒന്നും ഉടഞ്ഞു പോകണ്ട. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിന്. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്നും കൂടി മിക്സ് ആക്കിയിട്ട് നമുക്ക് എന്താക്കാം, ഫ്ലെയിം ഓഫ് ആക്കാം. അങ്ങനെ നമ്മൾ ചിക്കൻ ഇവിടെ റെഡിയായിന്. ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റീന്. ഇനി നമുക്ക് പിസ്സ റെഡിയാക്കിയിട്ട് എടുക്കാം. സെയിം പാൻ തന്നെയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക്
3 ബ്രെഡ് മുട്ടയിൽ മുക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു 6-7 ബ്രെഡ് എടുത്തിട്ടുണ്ടാവും. അപ്പം നിങ്ങളെ പാനിന് അനുസരിച്ചിട്ടുള്ള ബ്രെഡ് എടുക്കുക. മുട്ടയും കുറച്ച് പെപ്പറും കുറച്ച് ഉപ്പും ഇത്ര ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് സ്പൂൺ വെച്ചിട്ട് ബീറ്റ് ആക്കിയിട്ട് എടുക്കുക. അതിലേക്ക് മുട്ട ഇതുപോലെ മുക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ റൗണ്ട് ഷേപ്പിൽ എടുക്കാൻ കഴിയുന്നത്, ഈ ഫ്രൈ പാനിൽ ചെയ്തെടുക്കുമ്പോൾ ആ ഫ്രൈ പാൻ്റെ ആ റൗണ്ട് തന്നെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ കട്ടാക്കിയിട്ടും ഗ്യാപ്പുള്ള ഭാഗത്തെല്ലാം നല്ലോണം ഫില്ലാക്കിയിട്ടും എല്ലാം നമുക്ക് നല്ല കറക്റ്റ് റൗണ്ട് ഷേപ്പാക്കിയിട്ട് എടുക്കാം. പറ്റുന്ന പോലെയെല്ലാം ഷേപ്പാക്കിയിട്ട് എടുക്കാം. ഇപ്പം ഞാനിവിടെ സൈഡെല്ലാം കണ്ടില്ലേ, ഗ്യാപ്പ് കാണുന്ന ഭാഗത്തെല്ലാം ഇതേപോലെ മുട്ടയിൽ മുക്കിയിട്ട് വെക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ബ്രെഡ് കട്ടാക്കിയിട്ട് എടുക്കുന്നുണ്ടെങ്കിലും അത് മുട്ടയിൽ മുക്കിയിട്ട് തന്നെ എടുക്കാം. അപ്പം ഇന്നൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇതുപോലെ ബ്രെഡ് ഇല്ലേ മുട്ടയിൽ മുക്കിയിട്ട് പാനിൽ വെച്ച് കൊടുക്കുന്ന ടൈമിൽ തീ ഒന്നെങ്കിൽ ഓഫാക്കുക, അതല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെക്കാവേ. ഞാനത് ഇപ്പോൾ ആണ് ശ്രദ്ധിക്കുന്നത്. അതുപോലെ ബ്രെഡ് ഇങ്ങനെ കരിഞ്ഞു പോയിട്ടൊന്നും ഉണ്ടായിട്ടാ, എന്നാലും ആ ഒരു കാര്യം നല്ലോണം ശ്രദ്ധിക്കണവേ. ബ്രെഡ് ഇതെല്ലാം പോലെ സെറ്റാക്കിയിട്ട് വെച്ച് കഴിഞ്ഞിട്ടായിട്ട് ഫ്ലെയിം ഓൺ ആക്കുക, അതല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതേപോലെ ചെയ്തെടുക്കുക. എന്നിട്ടൊരു 4-5 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ ഇങ്ങനെ തിരിച്ചിടാൻ പറ്റും. അപ്പം നമ്മൾ ആ ഒരു ബാക്കിയുള്ള മുട്ടയില്ലേ അതതിൻ്റെ മേലെ തന്നെ ഒഴിച്ചു കൊടുത്തിന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം അതേപോലെ ചെയ്തെടുക്കുക. പിന്നെ ഞാനിവിടെ സിമ്പിളായിട്ടൊരു പിസ്സ സോസും കൂടി റെഡിയാക്കിയിട്ട് എടുത്തിന്. അപ്പം അത് ഈസി ആയിട്ട് ഉണ്ടാക്കിയതാണ്. കഴിഞ്ഞ റമളാനിലെല്ലാം പിസ്സ സോസിൻ്റെ റെസിപ്പിയും പിസ്സാൻ്റെ റെസിപ്പിയും കുറേ സ്നാക്സ് റെസിപ്പിയും എല്ലാം ഷെയർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ടാക്കിയത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. കുറച്ച് കെച്ചപ്പോ ടൊമാറ്റോ സോസോ എടുക്കാം. അതിലേക്ക് റെഡ് ചില്ലി ഫ്ലേക്സ് ഇല്ലേ അതെടുക്കുക, ഒറിഗാനോ, അതേപോലെ തന്നെ നിങ്ങളെ കയ്യിൽ പാപ്രിക്ക പൗഡർ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക. അപ്പോൾ അതില്ലെങ്കിൽ അതിന് പകരമായിട്ട് മുളക് പൊടി എടുത്താലും മതി. പിന്നെ വെളുത്തുള്ളി പൗഡറില്ലേ അതുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക. അതില്ലാന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. എല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കുക. എന്നിട്ടായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആ ഒരു ബേസില്ലേ അതിലേക്ക് നല്ലോണം സ്പ്രെഡ് ആക്കുക. അതിൻ്റെ മേലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആ ഒരു ചിക്കൻ്റെ ഒരു മസാലയില്ലേ അത് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ക്യാപ്സിക്കം ഇങ്ങനെ വെറുതെ കടിക്കാൻ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ ചെറിയ പീസാക്കിയിട്ട് വെറുതെ വെച്ച് കൊടുക്കുക. ക്യാപ്സിക്കം, തക്കാളി, ഉള്ളിയെല്ലാം വെച്ച് കൊടുക്കുക. ഇവിടെ മക്കൾക്ക് അതങ്ങനെ കടിക്കുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ലാസ്റ്റായിട്ട് നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളെ കയ്യിൽ മോസറല്ല ചീസോ ചെഡാറോ ഏതാണോ ഉള്ളത് അതെടുത്താൽ മതി. ഞാനിപ്പോൾ ഇതേപോലെ ഷ്രെഡഡ് ചീസാണ് മീങ്ങിയിട്ടുണ്ടായത്. ഇതാകുമ്പോൾ ഒന്നും കൂടി ഈസി അല്ലേ, അങ്ങനെ ഇതാണ് മീങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് എത്രയാണോ വേണ്ട അതിനനുസരിച്ച് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ചീസെല്ലാം ഇട്ട് കൊടുത്തിട്ടായിട്ട് അതിൻ്റെ മേലെ ഒറിഗാനോ, ചില്ലി ഫ്ലേക്സ്, അതേപോലെ നമ്മൾ റെഡിയാക്കിയ പിസ്സ സോസില്ലേ അത് എല്ലാം ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒറിഗാനോ ഇട്ട് കൊടുക്കുമ്പോൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം. അതാകുമ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ല് കണക്കിനിട്ടാൽ നല്ലതാണ്. കുറച്ച് കൂടി പോയിട്ടുണ്ടെങ്കിൽ ആകെ ടേസ്റ്റേ മാറിപ്പോവും. പിന്നെ എനിക്ക് കിട്ടിയ ഈ ഒരു ഒറിഗാനോ അത്ര ടേസ്റ്റ് ഉണ്ടായിട്ടാണ് പാക്കറ്റിൽ കിട്ടിയതാണ്. ഞാൻ മുന്നേ ഒരു ബോട്ടിൽ ഉണ്ടതാണ് മേങ്ങൽ. അത് നല്ല ടേസ്റ്റാണ്, നല്ല ഫ്ലേവറാണ്. ഇത് അത്രക്കൊരു എന്തോ ഒരു ഫ്ലേവറാണ് ഉണ്ടായത്. ഞാൻ കാണിച്ചു തരാം, വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. ഇതിൽ ഞാൻ അത് അതിൻ്റെ ഒരു പാക്കറ്റ് കാണിച്ചിട്ടുണ്ടായിട്ടാ. അങ്ങനെ അതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ടായിട്ട് നമുക്കിതെന്താക്കാം, തീ ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് മൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ ആ ഒരു ചീസ് മെൽട്ടാകുന്നതൊരു മാത്രം കുക്ക് ചെയ്തെടുത്താൽ മതി, ഒരു 2-3 മിനിറ്റ്. അങ്ങനെ ചീസെല്ലാം മെൽട്ടായി കഴിഞ്ഞിട്ടായിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഈസി അല്ലേ, നമുക്ക് ഡോ റെഡി ആക്കണ്ട, അതേപോലെ തന്നെ ഓവൻ വേണ്ട, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പിസ്സേൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ആക്കിയിട്ട് നോക്കും. ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആപ്പിളും അതേപോലെ തന്നെ ഷമാമെന്ന് തോന്നുന്നു, ഷമാമ് എടുത്തിന്. അപ്പോൾ ഇതെല്ലാം ഞാൻ നേരത്തെ റെഡിയാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കട്ടപ്പാലൊന്ന് നല്ലോണം അടിച്ചെടുത്തിട്ട് അതിലേക്ക് കണക്കിന് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഒരു ഏലക്കയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഷമാമിൻ്റെ മണം നിങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ ഒരു ഏലക്ക അധികം ഇട്ട് കൊടുക്കണ്ട, അത്ര ഇട്ട് കൊടുത്തിട്ട് അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. അങ്ങനെ നമ്മളെ ഷമാം ഷേക്ക് ഇവിടെ റെഡിയായിനി. അങ്ങനെ നോമ്പറക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ സെറ്റായിട്ടുണ്ട്. എല്ലാം റെഡിയാക്കിയിട്ട് വെച്ച് കൊടുത്തിന്. അങ്ങനെ കൈരുത്താൻ്റെ അവിടുന്ന് എൻ്റെ പെങ്ങളവിടുന്ന് ബീഫ് കട്ട്ലറ്റും കൊണ്ടുവന്നിട്ടുണ്ടായിന്. പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ടും ഉണ്ടായിന്. അങ്ങനെ പിന്നെ നമ്മളെ കസ്കസ് ഇല്ലാത്ത എന്താ നോമ്പ് തുറയല്ലേ, അതും നമ്മളെ റൂ അഫ്സ മുഹബത്ത് കാ സർബത്തില്ലേ അത് എല്ലാം ഉണ്ടായിന്. അപ്പോൾ ഇത്ര തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആക്കുക, അതേപോലെ സബ്സ്ക്രൈബ് ആക്കാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ആക്കിയിട്ട് സപ്പോർട്ടാക്കിയത്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.